എഗ്രിമെന്റ് നഷ്ടപ്പെട്ട ദേഷ്യത്തിന് അവൾ എന്തെങ്കിലും വരട്ടെ. ഇത്ര വലിയ ആഘാതത്തിന് ശേഷവും എഴുന്നേറ്റ് നടക്കാൻ ശേഷിയുണ്ടെങ്കിൽ അവള് വരട്ടെ. അല്ലെങ്കിൽ വിളിക്കവളെ നമ്മുടെ ആഹ്ലാദ പ്രകടനത്തിന്. അതൊന്നും വേണ്ട, അത് അവളുടെ രീതിയാ. നമ്മൾ സന്തോഷിക്കുന്നു, അച്ഛന്റെ ആഗ്രഹം പോലെ. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അമ്മയായിരിക്കും. ഇന്നലെ വാശി കൂടി എന്നോട് ചോദിച്ചു, എല്ലാം അവളുടെ നാവിന്ന് വന്ന പിഴയല്ലേന്ന്. സന്തോഷവും അമ്മയുടെ എല്ലാ ചിന്തകളും മാറും. മാറും അച്ഛ. നമ്മൾ ഇനി സന്തോഷത്തോടെ തന്നെ ജീവിക്കും. നമസ്കാരം. മാഡത്തിനെ അന്വേഷിച്ച് ഓഫീസിൽ ചെന്നപ്പോ അവിടെ കാണാനില്ല. ഞാൻ എത്ര തെരഞ്ഞു എന്നറിയോ? ഒന്ന് ഇറങ്ങണം, ഒന്ന് ഇറങ്ങണം മാഡം. എനിക്ക് നേരെ കയറി ചാർജ് എടുക്കാമായിരുന്നു. അന്ന് ക്ഷണിച്ചില്ലേ വാച്ച്മാൻ ആവാൻ, ഓർമ്മയുണ്ടോ? പക്ഷേ യൂണിഫോം ഇട്ട് മാഡത്തിനെ തന്നെ ആദ്യം സല്യൂട്ട് ചെയ്യണമെന്ന് എനിക്കൊരു നിർബന്ധം. മാഡം വന്നിട്ട് നമുക്ക് ഓഫീസിലേക്ക് പോവാം. എന്തു പറ്റി വേണം? വല്ല പ്രശ്നമുണ്ടോ? അതുകൊണ്ടെങ്കിൽ ഞാൻ പരിഹരിക്കാം. മുതലാളിയുടെ സൗഖ്യമാണല്ലോ തൊഴിലാളിയുടെ ആത്മസുഖം. എന്താണ് പ്രശ്നം? എന്താ നീ പറഞ്ഞേ? നിർത്തടി. തെരുവിൽ വെച്ച് നീ മറ്റുള്ളവരുടെ നേരെ കുതിര കയറുമ്പോ അവരുടെ മാനസികാവസ്ഥ നിനക്ക് പ്രശ്നമേ അല്ല. ഇപ്പോ നിന്നെ വിട്ട് ഞാൻ ഇവിടെ നിന്ന് പോണം. നീ എന്നെ ക്ഷണിച്ചത് വാച്ച്മാൻ ആവാനാണല്ലോ. അതെ, നോട്ടക്കാരനാവാൻ. ഞാനേ അതിനാ വന്നേ, നിന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ. അല്ല, സ്വീകരണത്തിന് പോണ്ടേ നിനക്ക്? ലക്ഷങ്ങൾ മുടക്കി നീ സംഘടിപ്പിച്ച സ്വീകരണത്തിന് ഞാനല്ലേ നിന്നെ അനുഗമിക്കേണ്ടത് ആസ് എ വാച്ച്മാൻ. പറയടി. വാച്ച്മാന് പരിഹരിക്കാൻ പറ്റാത്ത എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം. സാരമില്ല, കമ്പനി കാര്യങ്ങളാവുമ്പോ അതിന് പ്രതിനിധി പറഞ്ഞു തരേണ്ടത് ലീഗൽ അഡ്വൈസർ ആണല്ലോ. സർ, അനിരുദ്ധൻ സർ, ഒന്നിങ്ങോട്ട് വന്നട്ടെ. മനസ്സിലായില്ലേ? പുതിയ ലീഗൽ അഡ്വൈസർ. സാർ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. വലുപ്പ ചെറുപ്പം നോക്കാതെ ഞങ്ങൾ എല്ലാ സ്റ്റാഫും കൂടെ ചേർന്നിട്ടൊരു തീരുമാനം എടുത്തു. മാഡം എവിടെയായാലും അവിടെ വന്നൊന്ന് ചാർജ് എടുക്കണം, അല്ലേ സർ? 1000 കോടിയുടെ ആസ്തി, ആരെയും തോൽപ്പിക്കാനുള്ള ശേഷി, പിന്നെന്തൊക്കെയാണ് ഇതിന്റെ ഗുണഗണങ്ങൾ? എഗ്രിമെന്റ് ചെയ്യാൻ വരുന്നവർ വഴിയിൽ കാറിന്റെ ടയർ പഞ്ചറായി തിരിച്ചുപോയി എന്നൊരു കഥ പറഞ്ഞ് ഞങ്ങൾ മണ്ടം കളിക്കണം, അന്ധവിശ്വാസികളാകണം. ദൈവം തടുത്താലും കമ്പനിക്കാർ നിന്നെ കാണാൻ വരും. എന്നിട്ട് എന്താടി വരാതിരുന്നത്? അതൊന്നും നിങ്ങൾ അന്വേഷിക്കണ്ട. പിന്നെ പിന്നെ ഞങ്ങൾ എന്താണ് അന്വേഷിക്കേണ്ടത്? എടീ, ആഘോഷിക്കാനാണ് ഞങ്ങൾ വന്നത്. നിന്നെ തെരുവിൽ നിർത്തിയിട്ട് നിന്റെ തോൽവിയൊക്കെ ആഘോഷിക്കാൻ. ദേവന്റെയും യമുനയുടെയും നെഞ്ചത്തേക്ക് ലോറി പാഞ്ഞു കയറിയത് നിന്റെ ബലം, എഗ്രിമെന്റ് അവർ വിട്ടുതന്നത് നിന്റെ സാമർഥ്യം. പിന്നെന്തൊക്കെയാടി? നിരപരാധികളായ കുറെ മനുഷ്യർക്ക് സത്യത്തിന്റെ വില ആഘോഷിക്കാൻ കിട്ടിയ അവസരമാണ് ഇത്. അറം പറ്റുന്നത് പോലെ അന്നൊരു വാക്കുകൂടി നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ എഗ്രിമെന്റ് നടന്നാൽ തോബിയാസിന്റെ കൊലപാതകത്തിൽ നീ നിരപരാധിയാകുമെന്ന്. ഇനി അതിൽ വിശ്വസിക്കുന്നുണ്ടോ നീ?
നിയമത്തിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ചല്ല, തല താഴ്ത്തിയേ നിൽക്കൂ നീ. എന്തോന്നാ സാറേ ഇത്? ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് കോടതി ഭാഷയിലോ സംസ്കാരമുള്ള ഭാഷയിലോ വരെ സംസാരിച്ച് ഇവൾക്ക് വല്ല മനസ്സിലാവൂ? സാർ അങ്ങോട്ട് മാറി നിന്നാട്ടെ. എടി എടി എടി, നിന്നെ പോലെ തന്തയ്ക്ക് പിറക്കാത്ത ഒരുത്തിക്ക് എന്നെയും സാറിനെ എടുത്തങ്ങ് ഉടക്കണം അല്ലടി. നിന്റെ തള്ളയുടെ 2ാം കെട്ടിലെ മക്കൾ ദുബായിൽ നിന്ന് വന്ന് ഇറങ്ങുന്നു പറഞ്ഞപ്പോ പൊന്നുവാളങ്ങ് കുതിച്ച് സന്തോഷത്തിൽ. ഇന്നലെ വരെ 1000 കോടിയായിരുന്നു നിന്റെ വില. ഇന്ന് എത്രയാണെന്ന് അറിയോ നിനക്ക്? എന്റെ ഈ പേഴ്സിലെ ഏറ്റവും ചെറിയ ചില്ലറയ്ക്ക് പോലും തികയിലടി നീ. സംശയമാണോ നിനക്ക്? എന്ന ആളുകളൊക്കെ വിളിച്ചുകൂട്ടി ഈ തെരുവിലിട്ട് നിന്നെ ലേലം ചെയ്ത് ഞാൻ തെളിയിച്ചു തരാം. കേട്ടോടി. ഇപ്പോഴാണ് സാറേ ഒന്ന് സുഖമായത്. ഇനി സാറിന് പറയാനുള്ള അങ്ങോട്ട് പറഞ്ഞാൽ. എന്തിനാ ബക്കറെ? ഇനി ഇവളോട് എന്തു പറഞ്ഞാലും ആ വാക്ക് നമുക്ക് നഷ്ടമാണ്. നമുക്കൊന്നും സംസാരിക്കാനില്ല ഇവളോട്. ഇനി നമുക്ക് കോടതിയിൽ കാണാം നിന്റെ കളികളുടെ യഥാർത്ഥ അവസാനത്തിന്. വാ ബക്കറെ. സാറ് കോടതിയിലെ കാണും. ഞാൻ നിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടോളാം. എന്റെ നാവ് ചൊറിയുമ്പോഴൊക്കെ ഞാൻ ഇറങ്ങും. നീയേ റെഡിയായിട്ടിരുന്നോളാം. കേട്ടോടി. ഇന്നലെ രാത്രി പോലും ഞാൻ പറഞ്ഞതാ ഓവർ എക്സ്പെക്ടേഷൻ വേണ്ടാന്ന്. എടോ, ഇതിപ്പോ ഇങ്ങനെ ആകുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ഏതായാലും വലിയൊരു അടിയായി പോയി. ഞാൻ ഓഫീസിൽ തിരക്കി ചെന്നപ്പോഴേ അറിഞ്ഞത് ഗ്ലോറി അവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന്. ഒരുപാടടുത്ത് തിരക്കിയിട്ടാ കണ്ടുപിടിച്ചത്. കണ്ട സ്വപ്നങ്ങളൊക്കെ വെറുതെ. അവലിടിച്ചതും ഉറക്കം ഇളച്ചതും മെച്ചം. ഗ്ലോറി, താനൊന്ന് റിലാക്സ് ചെയ്യും. നല്ലൊരു വിശ്രമമാണ് തനിക്കിപ്പോ വേണ്ടത്. ചെല്ല് ചെല്ല്. അല്ല, എന്താടോ യഥാർത്ഥ സംഭവം? കമ്പനിക്ക് വിലക്കുണ്ടെങ്കിൽ വിലക്ക് നീങ്ങുമ്പോൾ ഈ അഗ്രിമെന്റിന് വേണ്ടി അവര് വരില്ലേ? ഇല്ല, ഇനി നിങ്ങൾ ആരും തന്നെ അത് പ്രതീക്ഷിക്കണം. അപ്പൊ തീരുമാനമായി. ഇനി ഗ്ലോറിയുടെ പരിപാടി എന്താ എന്നൊന്നറിയണമല്ലോ. ഇപ്പൊ ചെന്നൊന്നും ചോദിക്കണ്ട. വല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും. ബഷീർ, നിങ്ങൾ എന്തൊക്കെയോ ഓഫർ കൊടുത്തിരുന്നല്ലോ ഗ്ലോറിക്ക്, ഒന്നിച്ച് ബിസിനസ് ചെയ്യുന്നതിനെ കുറിച്ച്. അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനുള്ള പദ്ധതി ഉണ്ടെങ്കിൽ ഇപ്പോ അത്തരൊരു പ്രതീക്ഷ കിട്ടുന്നതായിരിക്കും ഗ്ലോറിക്ക് ഏറ്റവും ആശ്വാസം. ആലോചിക്കാം. അത് പിന്നെ ആദ്യം ഗ്ലോറിയുടെ ടെൻഷനൊക്കെ ഒന്ന് മാറട്ടെ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം. ഞാൻ വരട്ടെ. അയാളാണ് ബുദ്ധിമാനായ ബിസിനസ്സുകാരൻ. കൃത്യമായി മുങ്ങിയത് കണ്ടില്ലേ? 1000 കോടിയുടെ ആസ്തി ഉള്ളവളോട് ബിസിനസ് ചെയ്യാൻ ആളുണ്ടാവും. അഷ്ടിക്ക് വകയില്ലാത്തവളോട് കൂട്ടുകൂടിയിട്ടെന്താ പട്ടിണി കച്ചവടം നടത്താനോ? വല്ലാത്ത കഷ്ടമായി പോയി. അതെ, ഞാൻ 1-2 നല്ല സ്ഥലങ്ങൾ നോക്കി വെച്ചിരുന്നതാ. വാക്കും പറഞ്ഞു ഒക്കെ ഇത് പ്രതീക്ഷിച്ചിട്ടാ. ദുബായിക്കാരൻ നമ്മളെ മണലിട്ട് മൂടിക്കളഞ്ഞല്ലോടോ. ഞാൻ മറന്നാലും ഓർത്തോളാന്ന് സാർ പറഞ്ഞിരുന്നു. പക്ഷേ സാറിനെ കണ്ടില്ല.
എന്ത് പറ്റി സാർ? ദേവ് അസോസിയേറ്റ്സ് നിരുപാധികം പിന്മാറി തന്നിട്ടും ഒരു ടെൻഡർ പിടിച്ചെടുക്കാനായില്ലേ സാറിന്റെ രാക്ഷസ ബുദ്ധിക്ക്? ആ, ദേഷ്യം വരണ്ട സാർ. ബിസിനസ്സിൽ ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ലക്ഷ്യം നേടാൻ അറിയാത്തവൻ ബിസിനസ്സിന് ചേരാത്തയാളാ. അഹങ്കാരമല്ലേ? വെറുതെ എന്നെ വാശി കൂട്ടണ്ട, അത് നിനക്ക് ബുദ്ധിമുട്ടാകും. ഓ, പകതീർക്കലാണോ സാർ ഉദ്ദേശിച്ചത്? എങ്കിലത് എന്നോടല്ല വേണ്ടത്, ദൈവത്തിനോട്. എന്റെ അമ്മ നിർബന്ധിച്ചതുകൊണ്ട് അച്ഛൻ ടെൻഡറിൽ നിന്ന് പിന്മാറിയത്. പിന്നെ ചെയ്തു പോയതോർത്ത് എന്റെ അമ്മ ഒരുപാട് കരഞ്ഞു. ആ വിളിയ ദൈവം കേട്ടത്. ഗ്ലോറി അവസാനിച്ചു എന്നുള്ളത് ദൈവം എഴുതിയ വിധിയാ. അത് മാറ്റി വരയ്ക്കാനുള്ള വലിപ്പം സാരനില്ല. സാറിനെ എല്ലാവരും പേടിക്കുന്നു. ചാണക്യനെന്നും ബുദ്ധിരാക്ഷസെന്നും ഒക്കെ വിളിക്കുന്നു. സാറിന്റെ മുന്നിൽ തോറ്റവർ ഒരുപാടുണ്ട്. പക്ഷേ അവരെയൊക്കെ ഗുണ്ടായിസം കൊണ്ടല്ല, ബിസിനസ് നിയമങ്ങൾ കൊണ്ടാ സാർ തോൽപ്പിച്ചത്. ആദ്യമായി സാറിന്റെ സ്റ്റെപ്പ് പിഴച്ചു. അതുകൊണ്ടാ സാർ ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവി സാറിന് അനുഭവിക്കേണ്ടി വന്നത്. സാറിനെ ആക്ഷേപിക്കാനോ സാറിനോട് പൊട്ടിത്തെറിക്കാനോ വന്നതല്ല ഞാൻ. സഹതാപമേ ഉള്ളൂ സാർ. കുറച്ചു കാലം സാറിന് ജീവിതത്തിലെ ഏറ്റവും വലിയ ഗ്രഹപ്പിഴ അനുഭവിക്കേണ്ടി വന്നതിന്. വരട്ടെ സാർ. ഹലോ, ഞാനാ സന്ധി. എന്താ? എന്താന്നോ, മനസ്സിന് സന്തോഷമുള്ളപ്പോഴല്ലേ വേണ്ടപ്പെട്ടവരെ വിളിക്കുക. എന്റെ വാശി കൊണ്ട് എല്ലാവരും തോറ്റു തന്നതല്ലേ. അതിന് പ്രായശ്ചിത്തം പോലെ ആ കരാറ് ഗ്ലോറിക്ക് കിട്ടാതെ പോയില്ലേ? സന്തോഷം തോന്നുന്നില്ലേ നിനക്ക്? ഇല്ല, ഒരുപക്ഷെ ആർക്ക് സന്തോഷം തോന്നുന്നുണ്ടാവില്ല. ബിസിനസിനേക്കാൾ കുടുംബത്തിനെ സ്നേഹിക്കുന്ന ആളാ ദേവൻ. ഗ്ലോറിക്ക് ഒരു വീഴ്ച വന്നതുകൊണ്ട് മാത്രം ദേവന് സന്തോഷം തിരിച്ചു കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? വന്നതുകൊണ്ട് മാത്രം ദേവന് സന്തോഷം തിരിച്ചു കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? ഇല്ല. ആ സന്തോഷം നിന്റെ പെരുമാറ്റത്തിലാണ്, നിന്റെ തീരുമാനങ്ങളിലാണ്. ഇങ്ങനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരാളെ നിനക്ക് വേദനിപ്പിക്കാതിരുന്നൂടെ? ഇപ്പൊ അതൊന്നും സന്ധ്യ എന്നോട് പറയണ്ട. ഒരുപാട് നാളുകൾക്ക് ശേഷം എന്റെ മനസ്സിൽ തോന്നിയ സന്തോഷത്തിന്റെ ഒരു നിമിഷം. എല്ലാവരുടെ മനസ്സിലും അത് നിലനിർത്താനാ ഞാൻ പറയുന്നത്. നിനക്ക് ഒന്ന് നല്ല രീതി ചിന്തിച്ചൂടെ അവനെ? എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്കേ തോന്നൂ ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന്. ദൈവത്തിന് തോന്നില്ല. അതിന്റെ തെളിവാ ഇപ്പൊ കണ്ടത്. ദൈവത്തിന്റെ കോടതിയിൽ നിന്നുള്ള വിധി. എനിക്കത് മതി. ഹലോ ഹലോ, ഹലോ. സന്ധ്യ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. എന്താ? ഇന്നിവിടെ കഴിക്കാൻ കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കുറച്ച് കഞ്ഞി മതിയെന്ന് ഞാൻ ദീപയോട് പറഞ്ഞതാ. അച്ഛനും മോൾക്കുന്ന നല്ല സന്തോഷമുള്ള ദിവസമായിരിക്കും. മനസമാധാനത്തോടെ എന്തെങ്കിലും കഴിക്കട്ടെ. ദയവേട്ടിന് അവിടുന്ന് കഴിച്ചോട്ടെ. ഇവിടുന്നോ? അതെന്താ, ബുദ്ധിമുട്ടാവോ നിനക്ക്? ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. പിന്നെന്താ ആലോചിക്കാനാ? അവിടുന്ന് കഴിക്കട്ടെ. സന്ധ്യ ഒന്ന് നിർബന്ധിച്ചാ മതി.
നാഷണൽ ക്ലബ്ബുകാരോട് വിളിച്ച് ചോദിക്കുക ആദർശ്, ഗ്ലോറി മാഡത്തിന്റെ സ്വീകരണം പ്രഖ്യാപിച്ചതുപോലെ നടക്കുമെന്ന്. അല്ലെങ്കിൽ നമുക്കൊരു സ്വീകരണം കൊടുക്കാം അവൾക്ക്. അതൊക്കെ അനിരുദ്ധ സാറും ബക്കർ സാറും കൂടെ തീർത്തു. നടു റോഡി വെച്ച് തൊലി ഉരിച്ചോളെ. സാധാരണ തോറ്റാലും ഇവിടേക്ക് വരുന്നൊരു പതിവുണ്ട് അവൾക്ക്. ഇന്നും വരുവോ ആവോ, കാണാൻ കൊതിയാവുക. അങ്ങനെ വരണമെങ്കിൽ അവളുടെ മനസ്സിൽ അടുത്ത പദ്ധതി രൂപം കൊള്ളണം. അങ്ങനൊന്നും ഇനി ഉണ്ടാവും തോന്നുന്നില്ല. ബിസിനസ് രംഗത്ത് തീ പിടിച്ച വാർത്ത വരുന്നത് ആഘോഷിക്കും ആളുകള് വാര്യർ സാറിന്റെ അവളുടെ തോൽവി ആയതുകൊണ്ട്. പിന്മാറേണ്ടി വന്നപ്പോ എല്ലാവരും എത്ര സങ്കടപ്പെട്ടു. ആ സങ്കടത്തിന് ദൈവം തന്ന കൂലിയ. നാളെ കേസ് റീസ്റ്റാർട്ട് ചെയ്യുക. തോൽവിയിൽ നിന്നും തോൽവിയിലേക്കുള്ള ഗ്ലോറിയുടെ വഴി. ഏട്ടൻ വന്നോന്ന് തോന്നുന്നു. ഏട്ടൻ വിവരം അറിഞ്ഞില്ലേ? ഗ്ലോറി തകർന്നു. അറിഞ്ഞു. എനിക്ക് അമിതമായി സന്തോഷിക്കാൻ അവകാശമില്ലല്ലോ. ഞാൻ തടസ്സം നിന്നവനല്ലേ. ഇനി അതൊന്നും പറയണ്ട ഏട്ടാ. നമ്മൾ തമ്മിലൊക്കെ അതിനു വേണ്ടി പലതും സംസാരിക്കേണ്ടി വന്നെങ്കിലും അവസാനം വിധി അവൾക്കെതിരായില്ലേ? എനിക്കിപ്പോഴാ സമാധാനമായത്. ഇനി ഈ ടെൻഡറിന്റെ പേരിൽ നീ കുറ്റം ചുമക്കേണ്ടി വരില്ലല്ലോ. പ്രകാശ്, കുറെ കാലത്തിനിടയ്ക്ക് ദേവനങ്ങൾ ചിരിച്ചു കണ്ടതെന്ന അത് നിലനിൽക്കണം. അത് പ്രകാശ് വിചാരിച്ചാലേ സാധിക്കൂ. ആന്റിയുടെ രീതികൾ മാറണം. ഗ്ലോറിക്ക് സംഭവിച്ച ഈ തോൽവി എങ്ങനെ വന്നതാണ്? ആരെങ്കിലും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തോ? ഒരത്ഭുതം, മിറാക്കിൾ, അത്രേ പറയാൻ പറ്റൂ. ആന്റിയുടെ മാറ്റത്തിനും അത് തന്നെ സംഭവിക്കണം. ഒരു മിറാക്കിൾ. പ്രകാശ്, എന്താ മിറാക്കിൾ? പറ. യമുനാന്റിയുടെ കാര്യത്തിൽ എന്താ താൻ പ്രതീക്ഷിക്കുന്നത്? താൻ പറയില്ല, പക്ഷേ എന്തോ ഒരു അപകടം ഉണ്ടെന്ന് വരുത്തി തീർക്കുകയും ചെയ്യും. പുലി വരുന്ന എന്ന് കരഞ്ഞു വിളിച്ച ആട്ടിടേന്റെ ഫലമായിരിക്കും ഇതിന്റെ അവസാനം. യഥാർത്ഥത്തിൽ പല്ലിൽ കോർത്ത് പിടയുമ്പോഴേക്കും എല്ലാവരും വെറുത്തിട്ടുണ്ടാവും.